The Real FM 103.6. ശ്രദ്ധ. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ പുതിയ 2 ദൗത്യങ്ങൾ കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാന വനംവകുപ്പ്. നേരത്തെ പ്രഖ്യാപിച്ച 10 പദ്ധതികൾക്ക് പുറമെയാണ് ഇത്. വനപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന അധിനിവേശ മരമായ സെന്ന സ്പെക്ടാബിലിസ് എന്ന ശാസ്ത്രീയ നാമമുള്ള മഞ്ഞക്കൊന്നയുടെ നിർമ്മാർജ്ജനത്തിനായി മിഷൻ മഞ്ഞക്കൊന്ന, വനാതിർത്തി പ്രദേശങ്ങളിലെ കൃഷി പരിപാലനത്തിനായി മിഷൻ കൃഷി പുനരുജ്ജീവനം എന്നീ ദൗത്യങ്ങളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൊന്നയുടെ വിഭാഗത്തിൽപ്പെടുന്ന മറ്റൊരു ചെടിയാണ് എന്ന ധാരണയിലാണ് 90കളുടെ തുടക്കത്തിൽ വനംവകുപ്പ് തന്നെ സ്വന്തം നഴ്സറിയിൽ മഞ്ഞക്കൊന്ന വളർത്തി വിതരണം ചെയ്തത്. 2010ലാണ് ഇത് അപകടകരമായ ഒരു അധിനിവേശ സസ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞത്. കാട്ടിനുള്ളിൽ ഇത് വ്യാപകമാകുന്നത് വനത്തിൻ്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് ദോഷമുണ്ടാക്കും എന്നതിനാൽ മഞ്ഞക്കൊന്നയെ നീക്കം ചെയ്ത് പകരം തദ്ദേശീയ മരങ്ങളുടെ ആവാസ വ്യവസ്ഥയുടെ പുനഃസ്ഥാപനമാണ് മിഷൻ മഞ്ഞക്കൊന്നയിലൂടെ ഉദ്ദേശിക്കുന്നത്. മിഷൻ മഞ്ഞക്കൊന്നയുടെ സംസ്ഥാന നോഡൽ ഓഫീസർ, വയനാട് വന്യജീവി വിഭാഗം അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ എം ജോഷിൽ ശ്രദ്ധയോട്. മനുഷ്യ വന്യജീവി സംഘർഷം കേരളത്തിൽ ഒരു സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വനംവകുപ്പ് മാത്രമല്ല ഇതര ഡിപ്പാർട്ട്മെന്റുകളും ഈ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പൊ നടത്തി വരുന്നുണ്ട്. കേരളത്തിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മുൻപ് തന്നെ ഡെക്ക മിഷൻ എന്ന പേരിൽ 10 ഇനം പദ്ധതികൾ ഈ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിന് വേണ്ടി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് ഈ ഫുഡ് ഫോർ വാട്ടർ എന്ന പേരിൽ കാട്ടിനകത്ത് ഭക്ഷണവും വെള്ളവും ലഭ്യമാക്കുക. അതേപോലെ മിഷൻ സോളാർ ഫെൻസിങ്, തകർന്നു കിടക്കുന്നതും കാര്യക്ഷമമല്ലാത്ത വിധത്തിലുള്ള സോളാർ ഫെൻസുകൾ നന്നാക്കുക, പുതിയത് സ്ഥാപിക്കുക. അതേപോലെ മിഷൻ ബോണറ്റ് മക്കാക്ക്, ഈ നാടൻ കുരങ്ങുകൾ കൊണ്ടുള്ള ശല്യം ലഘൂകരിക്കുന്നതിനും അതിന്റെ മുകളിലുള്ള നിയമപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള കൊത്ത വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളവരുടെ അറിവിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതിൽ മിഷൻ ട്രൈബൽ നോളജ്, അങ്ങനെ 10 ഇനം കർമ്മപരിപാടികളാണ് ഉണ്ടായിരുന്നത്. അതിന്റെ പുറമെയാണ് വയനാട് പോലുള്ള പ്രദേശങ്ങളിൽ കാടിൽ ധാരാളമായിട്ട് കാണപ്പെടുന്ന ഒരു അധിനിവേശ മരമായിട്ടുള്ള സെന്ന സ്പെക്ടാബിലിസ് എന്ന ബൊട്ടാണിക്കൽ നെയിമുള്ള മഞ്ഞക്കൊന്നയെ അതിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മിഷൻ മഞ്ഞക്കൊന്ന എന്ന ഒരു പദ്ധതി കൂടെ ഇപ്പോൾ പുതുതായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ കൃഷി പുനരുജ്ജീവിപ്പിക്കുക എന്ന രീതിയിൽ മറ്റൊരു പദ്ധതിയുണ്ട്. അപ്പം ആദ്യത്തെ 10 പദ്ധതികളും പിന്നീട് ഇപ്പോൾ 2 പദ്ധതികളടക്കം 12 പദ്ധതികളാണ് ഈ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ട് വനംവകുപ്പ് നടപ്പാക്കി വരുന്നത്. മഞ്ഞക്കൊന്ന എന്നത് നമ്മുടെ പയർവർഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു മരമാണ്. അത് സെൻട്രൽ അമേരിക്കയിൽ നിന്നും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ എത്തിപ്പെട്ടതാണ്. അത് സാധാരണ രീതിയിൽ വഴിയോരങ്ങളിലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള മഞ്ഞ പൂക്കൾ ഉണ്ടാവുന്നു എന്നുള്ളത് കൊണ്ടാണ് അത് സ്വീകരിക്കപ്പെട്ടു പോകുന്നത്. ഒരു 90കളുടെയൊക്കെ തുടക്കത്തിൽ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ അതിന്റെ നഴ്സറിയിൽ സിമിലർ ആയിട്ടുള്ള മറ്റൊരു ചെടിയാണെന്നുള്ള ധാരണയിലാണ് ഇത് നഴ്സറി ഉത്പാദിപ്പിച്ചത്. സീഡ്ലിംഗ് ആയിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വിത്തായിരിക്കുമ്പോഴൊന്നും ഇതിനെ തമ്മിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു അപകടമുള്ള ഒരു മരമാണെന്ന് അറിയാതെയാണ് ഇത് ഉത്പാദിപ്പിച്ചത്. അപ്പൊ അങ്ങനെ ഉത്പാദിപ്പിച്ച ചില തൈകളിൽ കുറച്ച് തൈകളൊക്കെ ഈ അതിഥി മന്ദിരങ്ങളുടെയും അതേപോലെ റോഡുകളുടെയൊക്കെ വശങ്ങളിലൊക്കെ വെച്ച് പിടിപ്പിച്ചിരുന്നു. ഈ മരങ്ങൾ അവിടെ നന്നായിട്ട് ഫ്ലവർ ചെയ്യുകയൊക്കെ ചെയ്തിട്ട് അവിടെ ഉണ്ടായിരുന്നു കുറെ കാലം. പിന്നീട് ഈ മുളയുടെയൊക്കെ ഒരു ഗ്രിഗേറിയസ് ഫ്ലവറിംഗ് ഒക്കെ നടന്നു കഴിയുന്ന കാലത്ത് മുള പൂത്ത് നശിച്ചു പോയപ്പോൾ അവിടെ പകരം മുളച്ചു വന്നത് ഈ സെന്നയുടെ തൈകളാണ്. അല്ലെങ്കിൽ ഓൾറെഡി ഉണ്ടായിരുന്ന തൈകൾ ഈ മുളയുടെ ഒരു കാനോപ്പി പോയപ്പോൾ പെട്ടെന്ന് കയറി വന്നു. അപ്പൊ അങ്ങനെ ഒരു 10-20 വർഷം കഴിഞ്ഞിട്ട് 2010 ഈ ഒരു അധിനിവേശ സസ്യമായിട്ട് സെന്നയെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ ഇതിന് ഭയങ്കരമായിട്ടുള്ള വിത്ത് ഉൽപാദനമുണ്ട്. ഇതിന് വെട്ടി നശിപ്പിക്കാൻ പറ്റില്ല. കാരണം വെട്ടിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ മരങ്ങളായിട്ട് ഇത് കൂടുതൽ സൈഡിൽ നിന്നും മുള പൊട്ടി വേറെ വരും. റൂട്ടിൽ നിന്നും റൂട്ട് സക്കേഴ്സ് ഉണ്ടായിട്ട് മരങ്ങൾ വരും. അതേപോലെ ഇതിന്റെ സീഡ്ലിംഗ് പ്രൊഡക്ഷൻ ഭയങ്കര കൂടുതലാണ്. ജെർമിനേഷൻ തോത് കൂടുതലാണ്. തീ കത്തിയിട്ടുള്ള സ്ഥലങ്ങളിൽ മറ്റുള്ള ചെടികളൊക്കെ നശിച്ചു പോകുമെങ്കിലും സെന്ന വരും. അതേപോലെ ധാരാളം പ്രശ്നങ്ങളിൽ അതിജീവനത്തിന് വളരെയധികം സാധ്യതയുള്ള ഒരു മരമാണ് സെന്ന. വ്യാപകമായിട്ട് കാടിലുള്ളത് ആ കാടിന്റെ ഹാബിറ്റാറ്റിന് കോട്ട ഉണ്ടാക്കുന്നുണ്ട്. മൃഗങ്ങൾക്ക് ആ ഹാബിറ്റാറ്റ് ഉപയോഗിക്കുന്നതിനുള്ള പരിമിതികൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ജൈവ വൈവിധ്യം, പ്രത്യേകിച്ച് മരങ്ങളുടെ ജൈവ വൈവിധ്യത്തിനെ അത് തകർക്കുന്നുണ്ട്. ഒരു സ്പീഷീസിന്റെ മാത്രം ഒരു മൊണോപ്പൊളി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് കാരണമാകുന്നുണ്ട്. ഇത്തരം മരങ്ങൾ ധാരാളം വെള്ളം വലിച്ചെടുക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് പ്രാദേശികമായിട്ട് വരൾച്ച ഉണ്ടാവാനൊക്കെ ഉള്ള സാധ്യതയൊക്കെ ഉണ്ട്. അത്തരം കാര്യങ്ങൾ അഡ്രസ് ചെയ്തിട്ട് ഒരു മിഷൻ മോഡൽ ഈ സെന്നയെ കാട്ടിൽ നിന്നും നീക്കം ചെയ്ത് അവിടെ
പകരം ഒരു തദ്ദേശീയമായിട്ടുള്ള മരങ്ങളുടെ ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപനമാണ് മിഷൻ മഞ്ഞക്കൊന്ന എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ തന്നെ ധാരാളം NGOകളും മറ്റുമൊക്കെ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരെയൊക്കെ ഏകോപിപ്പിക്കുക, കൂടുതൽ പീപ്പിൾ പാർട്ടിസിപ്പേഷൻ ഇതിലേക്ക് ഉണ്ടാക്കുക, ഇതിനു വേണ്ട ഫണ്ട് ലഭ്യമാക്കുക, കൊമേഴ്ഷ്യലായിട്ട് മഞ്ഞക്കൊന്നയുടെ തടിയിൽ നിന്നും എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഉത്പാദിപ്പിക്കാൻ പറ്റുമോ, അത്തരം കാര്യത്തിലുള്ള നിയമ തടസ്സങ്ങളൊക്കെ മാറ്റുക. ഇതൊക്കെയാണ് ഈ മിഷൻ മഞ്ഞക്കൊന്ന എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. കുറച്ച് വർഷങ്ങളെങ്കിലും നിരന്തരം പ്രയത്നിച്ചാൽ മാത്രമേ ഈ ഒരു പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. വനാതിർത്തികളിൽ മനുഷ്യ വന്യജീവി സംഘർഷത്തിന് കാരണമാകാത്ത തരത്തിൽ കർഷകർക്ക് മികച്ച വിളവും വരുമാനവും ഉറപ്പാക്കുന്ന കാർഷിക വിളകൾ കണ്ടെത്തി പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന മിഷൻ കൃഷി പുനരുജ്ജീവനം പദ്ധതിയെക്കുറിച്ച് സംസ്ഥാന നോഡൽ ഓഫീസർ അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ ജോബ് ജെ നേര്യംപറമ്പിൽ. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിന്റെ ഭാഗമായി വനം വകുപ്പ് വിവിധ ലഘൂകരണ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് 10 മിഷനുകളിലായി തിരിച്ച് നടപ്പിലാക്കി വരുന്നതാണ്. സംഘർഷ ലഘൂകരണം സംബന്ധിച്ച് കരട് നയ സമീപന രേഖ പൊതുജനങ്ങളുമായി ചർച്ച ചെയ്തതിനെ തുടർന്ന് ഉയർന്നു വന്ന നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന വിഷയമായിരുന്നു വനാതിർത്തി പ്രദേശങ്ങളിലെ കൃഷിയുടെ പരിപോഷണം. വിവിധ കൃഷി പരിപോഷണ പ്രവർത്തനങ്ങൾ മിഷൻ കൃഷി പുനരുജ്ജീവനം എന്ന നാമത്തിൽ വിവിധ സർക്കാർ വകുപ്പുകളുടെ സഹായത്തോടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു. വനാതിർത്തികളിലും വനത്തോട് ചേർന്ന പ്രദേശങ്ങളിലും മനുഷ്യ വന്യജീവി സംഘർഷത്തിന് കാരണമാകാത്ത തരത്തിലും കർഷകർക്ക് മികച്ച വിളവും വരുമാനവും ഉറപ്പുവരുത്തുന്നതുമായ കാർഷിക വിളകൾ കണ്ടെത്തി പ്രചരിപ്പിക്കുക, ആധുനിക സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതവും വനം പരിസ്ഥിതി സൗഹൃദവുമായി നൂതന കൃഷി രീതികൾക്ക് പ്രോത്സാഹനവും പരിശീലനവും നൽകുക, കാർഷിക വിളകൾക്ക് മൂല്യവർദ്ധിത വിപണി ഒരുക്കുക, തനത് വിളകളുടെയും കാർഷിക ഉൽപ്പന്നങ്ങളുടെയും ബ്രാൻഡിങ്ങും മാർക്കറ്റിങ്ങും, കൃഷിക്കും വളർത്തുമൃഗങ്ങൾക്കുമുള്ള ഇൻഷുറൻസ്, മൂല്യാധിഷ്ഠിത നഷ്ടപരിഹാരം, സിൽവികൾച്ചർ തുടങ്ങിയവയാണ് ഈ മിഷൻ വഴി ലക്ഷ്യം വയ്ക്കുന്നത്. കേരളത്തിലെ 200ഓളം പഞ്ചായത്തുകളിലാണ് മനുഷ്യ വന്യജീവി സംഘർഷം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പഞ്ചായത്തുകളെ ആദ്യഘട്ടത്തിലെടുത്ത് ഈ പദ്ധതി നടപ്പാക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു രൂപരേഖ വരും ദിവസങ്ങളിൽ തയ്യാറാക്കുകയും അത് ഉടനടി നടപ്പാക്കുകയും ചെയ്യുന്നതാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കണമെങ്കിൽ കരുത്തുറ്റ കാടുകൾ എന്ന സങ്കല്പത്തിലേക്ക് നാം മടങ്ങിപ്പോകണം. പരിസ്ഥിതി പ്രവർത്തകൻ EP അനിൽ. രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ എന്ന പോലെ കേരളത്തിലും മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് കേൾക്കാത്ത വിധം ആനകളുടെയും കടുവകളുടെയും പുലിയുടെയും ഒക്കെ ആക്രമണത്തിൽ മനുഷ്യർക്ക് പോലും ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് കേരള ഫോറസ്റ്റ് ആൻഡ് എൻവയോൺമെന്റ് വകുപ്പിന്റെ ഭാഗമായി ഫുഡർ ആൻഡ് വാട്ടർ പോളിസി നടപ്പാക്കുന്നത്. ഈ നടപ്പാക്കുന്ന സമീപനങ്ങൾ ഒരു വശത്ത് തുടരുമ്പോൾ തന്നെ കാടിനുള്ളിൽ കഴിഞ്ഞ നാളുകളിൽ വനംവകുപ്പ് തന്നെ വെച്ചുപിടിപ്പിച്ച മഞ്ഞക്കൊന്ന പോലെയുള്ള വൈദേശിക സസ്യങ്ങളുടെ സാന്നിധ്യം ഈ മൃഗങ്ങളുടെ ജീവസന്ധാരണത്തിന് തടസ്സമുണ്ടാക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അത്തരം സസ്യങ്ങളെ മൂടോടെ പറിച്ചു കളയാനുള്ള ചില സമീപനങ്ങളും നമ്മുടെ വനം വകുപ്പ് നടപ്പാക്കാൻ തുടങ്ങിയിരിക്കുന്നത്. നമ്മുടെ കാടുകളുടെ ഒരു പ്രത്യേകത, നമ്മുടെ കാടുകൾ നിലനിൽക്കുന്നത് തന്നെ വന്യജീവികളുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ പശ്ചിമഘട്ട മലനിരകളിലെ കാടുകൾ നിലനിൽക്കണമെങ്കിൽ സ്വാഭാവികമായി അതിനുള്ളിൽ വന്യജീവികൾ ഉണ്ടാകണം. കാടുണ്ടെങ്കിൽ മാത്രമേ നാടുണ്ടാകുകയുള്ളൂ. കാടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പുഴകളിൽ വെള്ളം ഉണ്ടാകുകയുള്ളൂ. അങ്ങനെയുള്ള കാട്ടിൽ വന്യജീവികൾ ഉണ്ടാകും. എന്നാൽ ഈ വന്യജീവികളും മനുഷ്യരും തമ്മിൽ ഉള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇന്ന് അതിന്റെ സംഘർഷം വർദ്ധിക്കാനുള്ള കാരണം കാലാവസ്ഥാ വ്യതിയാനം ഒരു കാരണമാണ്, ചൂട് കൂടിയതൊരു കാരണമാണ്, കാട്ടിനുള്ളിലുള്ള വിഭവങ്ങൾ കുറഞ്ഞു, കാടിന്റെ ഉള്ളടക്കം തന്നെ നഷ്ടപ്പെട്ടു. ഒപ്പം നമ്മുടെ കാർഷിക രീതിയിലുള്ള വ്യത്യാസം, എങ്ങനെയെങ്കിലും കൃഷി ചെയ്ത് എന്തെങ്കിലും ലാഭം ഉണ്ടാക്കാനായി നമ്മൾ നടത്തിയ പുതിയ പരീക്ഷണങ്ങൾ മൃഗങ്ങളെ നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് ആകർഷിക്കുന്നു. അതുകൊണ്ട് ഈ മൊത്തത്തിലുള്ള വിഷയത്തെ പരമാവധി ലഘൂകരിക്കുവാൻ കാടിനുള്ളിൽ വലിയ പ്രശ്നങ്ങളായി മാറിയ ഈ അധിനിവേശ മരങ്ങളെ, സസ്യങ്ങളെ എടുത്തു മാറ്റാനുള്ള തീരുമാനം ശ്ലാഘനീയമാണ്. ഒപ്പം ഈ വന്യജീവി മനുഷ്യ സംഘർഷം കുറച്ചുകൊണ്ടുവരണമെങ്കിൽ കരുത്തുള്ള കാടുകൾ എന്ന സങ്കല്പത്തിലേക്ക് നമ്മൾ മടങ്ങിപ്പോകണം. ഇവിടെ കാടുകൾ ഉണ്ടാകണം, ആ കാട്ടിൽ സ്വാഭാവിക വന്യജീവികൾ ഉണ്ടാകും. ആ വന്യജീവികൾ മനുഷ്യരും കഴിഞ്ഞ നാളുകളിൽ എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് കേരളത്തിന്റെ നിലനിൽപ്പിന് തന്നെ അത്യന്താപേക്ഷിതമായ വന്യജീവി മനുഷ്യ സംഘർഷത്തെ പരമാവധി കുറയ്ക്കാൻ സഹായകരമായി നമ്മുടെ വനവകുപ്പ് ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആ വിഷയത്തിൽ സമ്പൂർണമായ പിന്തുണ കൊടുക്കുവാൻ നാട്ടുകാർക്കും ഉത്തരവാദിത്തമുണ്ട്.
കേവലം വന്യജീവികളെ വെടിവെച്ച് വീഴ്ത്തി അതിന്റെ എണ്ണം കുറയ്ക്കാമെന്നുള്ള തീരുമാനങ്ങൾക്കപ്പുറം വളരെ ശാസ്ത്രീയമായ സമീപനങ്ങളിലേക്ക് വന്യജീവി വകുപ്പും സർക്കാരും ഒക്കെ പോകുമ്പോൾ അതിനുള്ള പിന്തുണയും നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. എന്തായാലും ഈ ശ്രമങ്ങൾ വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾ കുറച്ചുകൊണ്ടുവരാൻ നമുക്ക് സഹായകരമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മനുഷ്യരുടെ ജീവനും സ്വത്തിനും ഉപജീവന മാർഗത്തിനും കൃഷിക്കും ഭീഷണിയാകുന്നതോടൊപ്പം വന്യജീവികളുടെ വംശനാശത്തിലേക്കും നയിച്ചേക്കാവുന്ന മനുഷ്യ വന്യജീവി സംഘർഷത്തിന് പരിഹാരം കാണാൻ ശാസ്ത്രീയ നടപടികളാണ് ആവശ്യം. വനം വകുപ്പ് നടപ്പിലാക്കുന്ന 12 ദൗത്യങ്ങൾ ആ ദിശയിലുള്ളതാണ്. അത് വിജയം കാണും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് സി മനോജ്. ആശയം നിർവഹണം സി കൃഷ്ണകുമാർ. ശ്രദ്ധ.